ഹായ് ഹലോ ASNB അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന PSC കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കെമിസ്ട്രിയുടെ കുറേ അധികം ക്വസ്റ്റ്യൻസ് ആണ്. എൻ്റെ പേര് അക്സ. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, അലുമിനിയത്തിന്റെ അയിര് ഏത്? ഓക്കെ, ഏത് എക്സാമുകൾക്കും കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? അലുമിനിയത്തിന്റെ അയിര് ഏതാന്നുള്ളത്. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ്, മാഗ്നറ്റൈറ്റ്, കുപ്രൈറ്റ്. ഓപ്ഷൻസ് ആണ് ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ്, മാഗ്നറ്റൈറ്റ്, കുപ്രൈറ്റ്. ഏതാണ് അലുമിനിയത്തിന്റെ അയിര്? ബോക്സൈറ്റ് ആണ് കേട്ടോ, മറന്നു പോകരുത്. ബോക്സൈറ്റ് ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. എന്താണ്? ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിന്റെ പ്രധാനപ്പെട്ട അയിരെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് നോക്കിക്കേ, അത് നമ്മുടെ ഇരുമ്പ് അല്ലെങ്കിൽ അയണിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ്, മറന്നു പോകരുത് കേട്ടോ. ബോക്സൈറ്റ് ആണ് എന്തിന്റെ അയിരെന്ന് പറയുന്നത്? അലുമിനിയത്തിന്റെ അയിരെന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരാറ്റത്തിന് 3 കണങ്ങളാണ് ഉള്ളത്. ഓക്കെ, പെന്ന് എന്ന് നമുക്ക് ഷോർട്ട് ഫോമിൽ അവരെ എഴുതാം. പെന്ന് എന്താണ്? പ്രോട്ടോൺ. ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ, എൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺ. ഓക്കെ, ഇനി ഇവരുടെ ചാർജ് പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ്. ഈ പോസിറ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആർക്ക്? ഇലക്ട്രോൺ. അപ്പം നെഗറ്റീവ്. ന്യൂട്രോൺ എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏത്? ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എപ്പോഴും PSC ഏതാണ്? നമ്മുടെ ന്യൂട്രോൺ ആണ്. ഇവിടെ ചോദിച്ചത് എന്താണ്? ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണത്? ഇലക്ട്രോൺ ആണ് കേട്ടോ. അപ്പൊ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ്? നമ്മുടെ ഇലക്ട്രോൺ ആണ്. ഇനി ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു കോഡ് RTC എന്നും കൂടെ എഴുതുക. പെൻ RTC. ഇവരെ കണ്ടുപിടിച്ച വ്യക്തികളെയും കൂടെ നമ്മൾ പഠിച്ചു പോവാം വിത്തിൻ 1 seconds കൊണ്ട്. എന്താണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ച ആരാണ്? റുദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരാണ്? JJ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചതോ? ജെയിംസ് ചാഡ്വിക് ആണ്. മറന്നു പോകരുത്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം? ഓക്സിജൻ, ഹൈഡ്രജൻ, സിലിക്കൺ, ഇരുമ്പ്. ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ഓക്സിജൻ തന്നെയാണ്. ഓക്കെ, ഇനി ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാന്ന് ചോദിച്ചാൽ അത് അലുമിനിയം ആണ്. അലുമിനിയം ആണ്, മറന്നു പോകരുത്. ഓക്കെ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം അല്ലെ, എലമെന്റ് എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ മൂലകവും ലോകവും മാറിപ്പോകരുത്. മൂലകം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഓക്സിജൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരാറ്റത്തിന്റെ N ഷെൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരപാതയുണ്ട് അല്ലെ. ആ സഞ്ചാരപാതേനെയാണ് നമ്മൾ ഷെൽ എന്ന് വിളിക്കുന്നത്. എന്താണ്? ഷെൽ എന്ന് വിളിക്കുന്നത്. നമുക്ക് 4 പ്രധാനപ്പെട്ട ഷെല്ലുകളാണുള്ളത്. K, L, M, N. ഓക്കെ, എത്ര ഷെല്ലുകളാണ്? 4 പ്രധാനപ്പെട്ട ഷെല്ലുകൾ. K ഷെല്ലിൽ ഉൾപ്പെടുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ്? 2 ആണ്. L ഷെല്ലാണെങ്കിലോ അത് 8 ആണ്. M ഷെല്ലാണെങ്കിൽ അത് 18 ആണ്. N ഷെല്ലാണെങ്കിൽ അത് 32 ആണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? N ഷെല്ലിൽ ഉൾപ്പെടുന്നത്. ഇപ്പൊ ഇവിടെ N ഷെൽ എത്രയാണ്? ഇവിടെ N ഷെൽ എത്രയാണ്? 32 ആണ് അല്ലെ. ഓപ്ഷൻ C ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി Nന്റെ ഇവിടെ K ആയിരുന്നെങ്കിലോ എത്ര കുത്തണം? 2 അല്ലെ. L ആണെങ്കിൽ അത് 8. മറന്നു പോയത് 2, 8, 18, 32. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം. പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 118 എലമെന്റ്സ് ആണ് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ളത്. ടോട്ടൽ മൂലകങ്ങൾ, ആകെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 118 ആണ്. ഈ 118 എലമെന്റ്സിനെ 18 ഗ്രൂപ്പുകളായിട്ടും 7 പീരീഡുമായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. എത്രയാണ്? പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? 18 ആണ്. പീരീഡ് എത്രയാണ്? അത് 7 ആണ്. മറന്നു പോകരുത്. ഓക്കെ, അപ്പം ആൻസർ എത്രയാണ്? നമ്മുടെ ഇവിടെ ഗ്രൂപ്പുകളുടെ എണ്ണം ചോദിച്ചിരിക്കുന്നത്, അപ്പം അത് 18 ആണ്. ഓക്കെ, അപ്പൊ പീരിയോഡിക് ടേബിളിലെ ആകെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 118 ആണ്. ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? 18 ആണ്. പീരീഡ് എത്രയാണ്? അത് 7 ആണ്. ഓക്കെ, അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മിഷൻ LDC 2027. ഓക്കെ, നമ്മുടെ ASNB അക്കാഡമിയിൽ അടുത്ത LDC എക്സാമിന് വേണ്ടിയുള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, 2024 LDC എക്സാം ഒക്കെ കഴിഞ്ഞ് ഉദ്യോഗാർത്ഥികൾ അവരുടെ അപ്പോയിന്റ്മെന്റ് ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പം
പല കുട്ടികളും എന്താണ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടും അവർക്ക് എന്താണ് ആ ഒരു എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് പേര് കാണും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ അടുത്ത LDCക്ക് വേണ്ടി സ്വപ്നം കണ്ടിരിക്കുന്നവരും കാണും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജില്ലയിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു എക്സാം ആണ് LDC എക്സാം എന്ന് പറയുന്നത്. അപ്പം അടുത്ത LDC എക്സാം എന്ന് പറയുന്നത് 2027 നടക്കുന്നത്. ഓക്കെ, ഈ 2025 തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, നമുക്ക് നല്ല രീതിയിൽ LDC 2027 കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പം കുറച്ചധികം ഫെസിലിറ്റീസ് നമ്മുടെ ഈ ബാച്ചിൽ അല്ലെങ്കിൽ ഈ കോഴ്സിൽ ഞങ്ങൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഡെയിലി സ്റ്റഡി പ്ലാൻസ്. ഓക്കെ, ഡെയിലി ഒരു സ്റ്റഡി പ്ലാൻ കാണും, അതുപോലെ തന്നെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്. ഓക്കെ, അപ്പോൾ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ സിലബസ്, ഇപ്പോൾ നമ്മുടെ PSC ട്രെൻഡ് അനുസരിച്ച് ഓരോ സിലബസും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കണ്ടന്റും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത് കേട്ട് മനസ്സിലാക്കുന്നതിനൊക്കെ ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടും. ഇനി ഡെയിലി മോക്ക് ടെസ്റ്റ്. ഓക്കെ, PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഡെയിലി റുട്ടീൻ പോലെ ചെയ്യേണ്ട ഒന്നാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ മോക്ക് ടെസ്റ്റ് എന്താണ്, ഓരോ വസ്തുതകളും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്പെഷ്യൽ CA സെക്ഷൻസ് കാണും, കറണ്ട് അഫേഴ്സിന്റെ ഒക്കെ കാര്യങ്ങൾ. കറണ്ട് അഫേഴ്സിന് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം വരുന്ന എക്സാമുകളിൽ ചോദിച്ച് കാണാറുണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിന്റെ സെക്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മെന്റർഷിപ്പ് സപ്പോർട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏത് കാര്യത്തിന് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു മെന്റർ സപ്പോർട്ട് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. പിന്നെ റിവിഷൻ സെക്ഷൻസ്. നമുക്കറിയാം കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ല അല്ലേ, പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് എത്രത്തോളം റിവൈസ് ചെയ്യുന്നു അത്രത്തോളം ബെനിഫിറ്റ് ആണ്, നമുക്ക് അത്രത്തോളം ഔട്ട്പുട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് റിവിഷനായിട്ട് കുറേ സെക്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മോട്ടിവേഷൻ സെക്ഷൻസ്. നമുക്ക് എല്ലാ ദിവസങ്ങളിലും നമുക്ക് എന്താണ് ഒരുപോലെ പ്രിപ്പയർ ചെയ്യാനൊന്നും നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് മോട്ടിവേഷൻ സെക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പൂർവാധികം ശക്തിയോടെ നിങ്ങളുടെ പഠനത്തിലേക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ കമ്പൈൻ സ്റ്റഡിയൊക്കെ ഈ ഒരു ഫെസിലിറ്റീസിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഈ ബാച്ചിന് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് എന്താണ് അടുത്ത LD ക്ലർക്ക് എന്ന ഒരു ജോബ് നിങ്ങളുടെ ഡ്രീമിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ASLB അക്കാഡമിയുടെ മിഷൻ LDC 2027 ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യും. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ജിപ്സം ഏത് ലോഹത്തിന്റെ ധാതുവാണ്? ജിപ്സം ഏത് ലോഹത്തിന്റെയാണ്? കാൽഷ്യം. ഓക്കെ, കാൽഷ്യത്തിന്റെ അയിരാണ് എന്തെന്ന് പറയുന്നത്, ജിപ്സം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജിപ്സത്തിന്റെ കെമിക്കൽ ഫോർമുലയും കൂടെ പഠിക്കണം. CSO4 2H2O. ഓക്കെ, CSO4 2H2 ആണ് അതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ജിപ്സത്തിന്. കേട്ടോ, ജിപ്സം ഏത് ലോഹത്തിന്റെ ധാതുവാണ്? നമ്മുടെ കാൽഷ്യത്തിന്റെ ധാതുവാണ്. ഇനി മെന്റലി പീരിയോഡിക് ടേബിൾ മൂലകങ്ങളുടെ അവയുടെ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഓക്കെ, ഇനി പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ മെന്റലീവ് ആണ് അല്ലെ. മെന്റലീവ് ആണ് പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം പീരിയോഡിക് ടേബിളിൽ എന്തിനെ ബേസ് ചെയ്തോണ്ട്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്താണ്, അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തോണ്ട് അല്ലെ, 1 2 3 4 എന്ന് പറഞ്ഞ് അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എലമെന്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ പീരിയോഡിക് ടേബിളിൽ മെന്റലീവ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്? ആറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അറ്റോമിക് മാസ്. കേട്ടോ, മറന്നു പോകരുത്. ഓപ്ഷൻ A ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ വന്നാലും മെന്റലീവ് ആണെങ്കിൽ എന്താണ്, അറ്റോമിക് മാസ് ആണ്. ഇനി മോഡേൺ പീരിയോഡിക് ടേബിൾ, ആധുനിക പീരിയോഡിക് ടേബിൾ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. മറന്നു പോകരുത്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഹീമോഗ്ലോബിൽ അടങ്ങിയിരിക്കുന്ന ലോകം. ഓപ്ഷൻ A ഇരുമ്പ്, ഓപ്ഷൻ B മഗ്നീഷ്യം, ഓപ്ഷൻ C സിങ്ക്, ഓപ്ഷൻ D അയഡിൻ. ഏതാണ്? ഓപ്ഷൻ A ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇരുമ്പ് അല്ലെങ്കിൽ അയൺ അല്ലെ, Fe ഓർത്തിരിക്കുക. ഇനി ചാലകശേഷി കുറഞ്ഞ ലോകം. ഓക്കെ, നമുക്ക് ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നല്ല വൈദ്യുത ചാലകതയും അതുപോലെ താപചാലകതയും കൂടുതലുള്ളവനാണ്. അതിൽ ഏറ്റവും മോശമായിട്ടുള്ള ചാലകത ശേഷി കുറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് ബിസ്മിത്ത് ആണ്. ഏറ്റവും കൂടുതലുള്ള ആളാണ് വെള്ളി എന്ന് പറയുന്നത്. കേട്ടോ, ആൻസർ നമ്മുടെ ബിസ്മിത്ത് ആണ്, മറന്നു പോകരുത്. കുറഞ്ഞത് ബിസ്മിത്തും കൂടുതൽ ആർക്കാണ്? വെള്ളിക്കുമാണ്. ഈ സ്വർണം എന്ന് പറയുന്നത് നമ്മുടെ ലോഹങ്ങളുടെ രാജാവ്. കേട്ടോ, ലോഹങ്ങളുടെ രാജാവ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? നമ്മുടെ സ്വർണമാണ്. ഓക്കെ,
AU അല്ലെ, ഓറം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് എന്ത് സ്വർണം വന്നിരിക്കുന്നത് കേട്ടോ, ഗോൾഡ് വന്നിരിക്കുന്നത്, മറന്നു പോകരുത്. അപ്പം ചാലകശേഷി കൂടിയത് ആർക്കാണ്? കൂടിയത് ആർക്കാണ്? വെള്ളിക്കാണ്. കുറവാണ് ബിസ്മിത്തിന്, മറന്നു പോകരുത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, കത്തി ഉപയോഗിച്ച് മുറിക്കാൻ പറ്റുന്ന ലോഹം. ഓക്കെ, സോഡിയം, ചെമ്പ്, സിങ്ക്, വെള്ളി. ഏതാണ് കത്തി ഉപയോഗിച്ച് മുറിക്കാൻ പറ്റുന്നത്? റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സോഡിയമാണ് കത്തി ഉപയോഗിച്ച് മുറിക്കാൻ പറ്റുന്ന ലോഹം. എടാ കുഞ്ഞുങ്ങളെ, സോഡിയം എന്ന് പറയുന്ന മൃദുലോഹങ്ങൾക്ക് ഉദാഹരണമാണ്. മൃദുലോഹങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ മൃദുലോഹങ്ങൾ അല്ലാത്തത് ഏത്? അല്ലെ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുമുണ്ട്. അപ്പൊ മൃദുലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സോഡിയം, പൊട്ടാസ്യം ആൻഡ് ലിഥിയം. ഓക്കെ, മറന്നു പോകരുത്. മൃദുലോഹങ്ങൾ ആരൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം, ലിഥിയം. നമുക്കറിയാം ലോഹങ്ങൾ പൊതുവെ കാഠിന്യമുള്ളവരാണ് അല്ലെ, ഹാർഡ് നേച്ചർ ഉള്ളവരാണ്. അതിൽ സോഫ്റ്റ് ആയിട്ടുള്ള 3 പേരേ ഉള്ളൂ. ആരൊക്കെയാണ്? നമ്മുടെ സോഡിയവും പൊട്ടാസ്യവും ലിഥിയവും ഉള്ളൂ. ഇതില് കത്തി ഉപയോഗിച്ച് മുറിക്കാൻ പറ്റുന്ന ഏതിനെ മാത്രമേ ഉള്ളൂ? നമ്മുടെ സോഡിയത്തിനെ കേട്ടോ. കത്തി ഉപയോഗിച്ച് മുറിക്കാൻ പറ്റുന്ന ലോഹം ഏതാന്ന് ചോദിച്ചാൽ അത് സോഡിയമാണ്. ഓക്കെ, എനിവേ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക. ഓക്കെ, നല്ല രീതിയിൽ വരുന്ന എക്സാമുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, എനിവേ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.